ഒരു സിനിമ ഏത് രീതിയിൽ കണ്ടാലാണ് ഏറ്റവും ഭംഗിയായി ആസ്വദിക്കാൻ കഴിയുക എന്ന അന്വേഷണത്തിന്റെ തുടക്കമാണ് ഇത്. സ്പോയിലറുകൾ ഒന്നുമില്ലാതെ തന്നെ കഥ പറഞ്ഞു പോവുകയാണ് ഇവിടെ. വെൽക്കം ടു മസ്റ്റ് വാച്ച് മൂവീസ്. ഒരു കൊട്ട കഞ്ചാവ് മെക്സിക്കോയിൽ നിന്ന് ബോർഡർ കടത്തി അമേരിക്കയിലേക്ക് കൊണ്ടുവരണം. ഇതാണ് നായകന് കിട്ടിയ ടാസ്ക്. ഇത് കേൾക്കുമ്പോൾ വളരെ സീരിയസ് ആയ ഒരു സിനിമയായി നിങ്ങൾക്ക് തോന്നാം. പക്ഷേ കുടുകുടെ പൊട്ടിച്ചിരിപ്പിക്കുന്ന കോമഡിയിലൂടെയാണ് ത്രില്ലർ സിനിമയായ വി ആർ ദ മില്ലേഴ്സ് കടന്നു പോകുന്നത്. അല്പസ്വല്പം കഞ്ചാവൊക്കെ വിറ്റ് നടക്കുന്ന ഒരാളായിരുന്നു ഡേവിഡ് ക്ലാർക്ക്. ഇങ്ങനെ കിട്ടിയ പണം ഒരിക്കൽ കവർച്ച ചെയ്യപ്പെടുന്നു. അതിനവൻ്റെ ബോസിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ പണിയാണ് ബൾക്കായി കഞ്ചാവ് കടത്തൽ. അറിയാലോ, മെക്സിക്കൻ അമേരിക്കൻ ബോർഡർ ആണ്. അങ്ങനെ പെട്ടെന്ന് ചെക്കിംഗ് മറികടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ എന്തു ചെയ്യണം? ഡേവിഡിൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു. തൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന കുറച്ചു പേരെ ഡേവിഡിന് അറിയാം. അവരെയൊക്കെ പ്രലോഭിപ്പിച്ച് ഡേവിഡ് ഒരു തട്ടിക്കൂട്ട് ഫാമിലി ഉണ്ടാക്കുകയാണ്. പിന്നെ ഒരു ക്യാമ്പർ വാനും വാടകയ്ക്കെടുത്ത് ഒരൊറ്റ പോക്കാണ്. ഇതാണ് വി ആർ ദ മില്ലേഴ്സ്. ഡേവിഡിൻ്റെ ഭാര്യയായി അഭിനയിക്കുന്ന റോസ് ഒരു ബാർ സ്ട്രിപ്പർ ആണ്. മകനായി അഭിനയിക്കുന്ന കെനി യാതൊരു കഴിവും ഇല്ലാത്ത ഒരു സാധാരണ പയ്യൻ. മകളായി അഭിനയിക്കുന്ന കേസി ഒരു റോഡ് സൈഡ് ജീവിതം നയിക്കുന്ന പെൺകുട്ടിയാണ്. അങ്ങനെ വ്യത്യസ്തമായ സ്വഭാവങ്ങളും താല്പര്യങ്ങളും ഉള്ള 4 പേർ പണത്തിനു വേണ്ടി മാത്രം ഒരു മിഷനായി ഒന്നിക്കുകയാണ്. പുതിയ കാലത്തിന്റെ അരക്ഷിതാവസ്ഥയിൽ ജീവിക്കാൻ എന്തും ചെയ്യും എന്ന് തീരുമാനിച്ച് പുറപ്പെട്ടവർ അതിൻ്റെ ഭവിഷ്യത്ത് ആലോചിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ പൊട്ടിച്ചിരിപ്പിക്കുന്നതിനൊപ്പം അവരുടെ നിസ്സഹായ അവസ്ഥ നമ്മെ ടെൻഷൻ അടുപ്പിക്കുകയും ചെയ്യും.